Dear students, very good morning all. We will discuss the topic price of material issues. നമ്മൾ തിയറിറ്റിക്കൽ പാർട്ട് പൂർണ്ണമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതായത് FIFO മെത്തേഡ്, ദെൻ LIFO മെത്തേഡ്, സിമ്പിൾ ആവറേജ് ആൻഡ് വെയ്റ്റഡ് ആവറേജ്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ FIFO മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു FIFO മെത്തേഡ് അല്ലെങ്കിൽ LIFO മെത്തേഡിൽ അല്ലെങ്കിൽ ആവറേജ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ വർക്കൗട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് FIFO മെത്തേഡ്, then how to operate it. The next one, what is LIFO method, then how to operate it. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് FIFO മെത്തേഡ്. നമ്മൾ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് നോക്കാം, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലീസ് ലിസൺ ഹിയർ. ഫസ്റ്റ് കോളം ഫോർ ഡേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് കോളം ഫോർ particulars. Then again two parts. First one for receipts, then issued and balance. Then receipt column, then issued columns, balance columns, again divisions നടത്തുന്നു. That is quantity, rate and amount. Same way, quantity, rate and amount. Quantity, rate, amount. ഇതാണ് ഇതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പൊസിഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ബാലൻസ് കോളത്തിൽ ഇവിടെ ഒരു ടോട്ടൽ കോളംസും കൂടി പ്രൊവൈഡ് ചെയ്യും. ടോട്ടൽ, അത് മീൻസ് ക്വാണ്ടിറ്റീൻ്റെ ടോട്ടൽ, ദെൻ എമൗണ്ടിൻ്റെ ടോട്ടൽ. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രൊസീജിയർ. ഇനി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഡേറ്റ് വൈസിലായിരിക്കും നമുക്കിപ്പോൾ സാധാരണ കേസിൽ ഒരു മന്തിലാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ മന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു January 1 to January 13th വരെയുള്ളതാണെന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡേറ്റ് January 1 എൻ്റർ ചെയ്യുന്നു. ദെൻ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് എഴുതാണ്ടാവുക. ഒന്നുകിൽ പർച്ചേസ്, ഫസ്റ്റ് ഓപ്ഷൻ പർച്ചേസ്, സെക്കൻഡ് ഓപ്ഷൻ ഇഷ്യൂഡ്. ഇപ്പോൾ ഇവിടെ പർച്ചേസ് റെഫറൻസ് നമ്പർ അതുപോലെ ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ, ഈ രണ്ടായിട്ടാണ് സാധാരണ കേസിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതാണ്ടാവുക. അപ്പോൾ അത് പർച്ചേസ് ആണ് ഡേറ്റ് വൈസ് തന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ദെൻ എത്ര യൂണിറ്റ് ആണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്വാണ്ടിറ്റി, എത്ര റേറ്റിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എമൗണ്ട് കോളത്തിൽ റൈറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇഷ്യൂഡ് കോളം സെയിം വേ, എത്ര യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് സാധാരണഗതിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിമാൻഡ് ചെയ്യുക. അപ്പോൾ സ്റ്റോറിൽ നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. സോ എത്ര യൂണിറ്റ് ഇഷ്യൂ ചെയ്തു, ആ ഒരു യൂണിറ്റിന്റെ റേറ്റ് എത്രയാണ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എമൗണ്ട് കോളത്തിൽ എഴുതുക. അപ്പോൾ ഓരോ പർച്ചേസസും ഓരോ ഇഷ്യൂസും കഴിയുമ്പോൾ എത്ര യൂണിറ്റ്, എത്ര രൂപേൻ്റെതാണ് ബാലൻസ് ഉള്ളത് എന്നുള്ളത് എഴുതുന്നതാണ് ഈ ബാലൻസ് കോളത്തിൽ ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് സാധാരണഗതി നടക്കുന്നത്. പിന്നെ അഡീഷണൽ നടക്കുന്ന ഒരു ഇവന്റ്, വെൻഡർക്ക് റിട്ടേൺ അടിക്കുന്നു, സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിക്കുന്നു, അതുപോലെ ഷോർട്ടേജ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിക്കുന്നു. നമ്മൾ ഇതിന്റെ തിയറി പാർട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളാണ് സ്റ്റോർ കീപ്പർ. അപ്പോൾ സ്റ്റോറിലേക്ക് മറ്റൊരാൾ റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ സ്റ്റോറിൽ ആ ഒരു ഇവന്റ് വാങ്ങിയതിന് ഈക്വലാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, ഇത് റെസീറ്റ് കോളത്തിലാണ് ഈ ഇവന്റ് നമ്മൾ റൈറ്റ് ചെയ്യാനുണ്ടാവുക. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിഫക്റ്റ് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം സർട്ടൺ യൂണിറ്റ് അവർ സ്റ്റോറിലേക്ക് റിട്ടേൺ അടിക്കുന്നു. അപ്പോൾ ആ റിട്ടേൺ അടിക്കുന്നത് സ്റ്റോർസ് കീപ്പർ എന്ത് ചെയ്യണം,
റെസിപ്റ്റ് കോളത്തിൽ എഴുതിയാണ്. ഇതെന്താ ന്യൂ പർച്ചേസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് റൈറ്റ് ചെയ്യുക. ദെൻ റിട്ടേൺ ടു വെൻഡർ. റിട്ടേൺ ടു വെൻഡർ. വെൻഡർ മീൻസ് സെല്ലർ. സെല്ലർക്ക് റിട്ടേൺ അടിക്കുന്നു. അപ്പോൾ എന്തായി സ്റ്റോഴ്സിൽ നിന്ന് റിട്ടേൺ അടിച്ചു പോവുകയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ സ്റ്റോറിൽ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ഡിഫക്റ്റ് ഉണ്ട് എന്ന് നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ സപ്ലയർക്ക് എല്ലാം അത് തിരിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആ സെല്ലർക്ക് തിരിച്ചു കൊടുത്തു. അതാണ് നമ്മൾ പറയുന്നത് റിട്ടേൺ ടു വെൻഡർ. വെൻഡർക്ക് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോഴ്സ് ലെഡ്ജറിൽ കാണിക്കേണ്ടത് ഇഷ്യൂഡ് പാർട്ടിലാണ്. അതായത് ഈ ഇഷ്യൂഡ് പാർട്ടിലാണ് നമ്മൾ റിട്ടേൺ അടിച്ചിട്ട് കാണിക്കുന്നത്. ദെൻ ഷോർട്ടേജ് വരാറുണ്ട്. ഷോർട്ടേജ്, അങ്ങനെ ഷോർട്ടേജ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ആണോ ഷോർട്ടേജ് ഉള്ളത് അത്രയും ഇവന്റ് നമ്മൾ എന്ത് ചെയ്തു എന്നാണ് കരുതേണ്ടത്, ഇഷ്യൂ ചെയ്തു പോയി എന്നുള്ളതാണ്. സോ അതും എൻ്റർ ചെയ്യേണ്ടത് എവിടെ, ഇഷ്യൂഡ് കോളത്തിൽ. അപ്പോൾ ഈ ഒരു 3 ഇവന്റാണ് എക്സ്ട്രാ വരുന്നുണ്ടാവുക. ഫസ്റ്റ് വൺ സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിച്ചു, അപ്പോൾ റെസിപ്റ്റ് കോളത്തിൽ റൈറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ റിട്ടേൺ ടു വെൻഡർ. വെൻഡർക്ക് റിട്ടേൺ അടിക്കുന്നു. ഇവിടെ വെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്തിട്ടുള്ള, മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ് ഇവിടെ വെൻഡർ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സെല്ലർ. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്യൂഡ് കോളത്തിൽ റൈറ്റ് ചെയ്യുന്നു. ദെൻ ഷോർട്ടേജ് ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇപ്പോൾ റോ മെറ്റീരിയൽ വാരിഫിക്കേഷൻ നടത്തിയ സമയത്ത് ഇത്ര യൂണിറ്റ് ഷോർട്ടേജ് ആണ് എന്ന് ഫൈൻഡ് ചെയ്തു. അപ്പോൾ മന്ത് എൻഡിലായിരിക്കും സാധാരണഗതിയിൽ ഈ പ്രോസസ്സ് നടന്നുണ്ടാവുക. അപ്പോൾ അത്രയും യൂണിറ്റ് ഷോർട്ട് ആണെങ്കിൽ അത് എന്ത് ചെയ്തു, ഇഷ്യൂ ചെയ്തതായിട്ട് ഈ ഒരു ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്. ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹെഡിങ് കൊടുക്കാം. FIFO മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട്, ഡേറ്റ് കോളം, പെർട്ടിക്കുലേഴ്സ് കോളം, റെസിപ്റ്റ് കോളം, ഇഷ്യൂഡ് കോളം ആൻഡ് ബാലൻസ് കോളം. ദെൻ റെസിപ്റ്റ് കോളവും ഇഷ്യൂഡ് കോളവും ബാലൻസ് കോളവും അഗൈൻ സബ്ഡിവിഷൻ നടത്തുന്നു. സോ ക്വാണ്ടിറ്റി, റേറ്റ് ആൻഡ് എമൗണ്ട്. ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്. എമൗണ്ട്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് എൻട്രി. എന്താ പറഞ്ഞിട്ടുള്ളത്, 2021 ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാലൻസ് 500 യൂണിറ്റ് അറ്റ് 200 പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു 2021 ജാനുവരി 1. ഓക്കെ, സോ ബാലൻസ്, ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ആ ഓപ്പണിംഗ് ബാലൻസ് എത്ര പറഞ്ഞിട്ടുള്ളത്, 500 യൂണിറ്റ് 200 പെർ യൂണിറ്റിന്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയിൽ 500 യൂണിറ്റ് കാണിക്കാം. ദെൻ പെർ യൂണിറ്റിന് 200 ആണ്. സോ 1 lakh. ഓക്കെ, ക്ലിയർ ആണല്ലോ. 2021 ജാനുവരി 1 ബാലൻസ് എന്ന് പർട്ടിക്കുലർ കോളത്തിൽ എഴുതി. ഇപ്പോൾ ഇവിടെ എന്തില്ല, റെസീപ്റ്റ് കോളത്തിലും ഈ പറയുന്ന ഡേറ്റിൽ ഇവിടെ ഒന്നും എന്ത് ചെയ്യാനില്ല, നമുക്ക് റൈറ്റ് ചെയ്യാനില്ല. ബാലൻസ് കോളത്തിൽ 500 യൂണിറ്റ്, ഒരു യൂണിറ്റ് 200, ടോട്ടൽ 1 lakh. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഡേറ്റിൽ എന്താ പറഞ്ഞത്, ജാനുവരി 6 ഇഷ്യൂഡ് 250 യൂണിറ്റ്സ്. 250 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ജാനുവരി 6 ഇഷ്യൂ ചെയ്തു. സോ ഡേറ്റ് എൻ്റർ ചെയ്യുന്നു ജാനുവരി 6. അപ്പോൾ എന്താ ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ, ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ എന്തില്ല, റെസീപ്റ്റ് കോളത്തിൽ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 500 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. അതിൽ എത്ര യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, 200 യൂണിറ്റ്സ്. റേറ്റ് പറയുന്നില്ല. അപ്പോൾ റേറ്റ് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്, 200 യൂണിറ്റ്സിന്റെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ 250 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 200 റുപ്പീസ് വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ എത്ര ടോട്ടൽ എമൗണ്ട് 50,000 ആണല്ലോ. അപ്പോൾ ഇവിടെ 500 യൂണിറ്റ്സ് നിന്ന് 250 യൂണിറ്റ്സ് ഡിഡക്ട് ചെയ്യുന്നു. ബാലൻസ് 250 യൂണിറ്റ്സ്, ദെൻ 250,000. ഇത്രയും ക്ലിയർ അല്ലേ? കാരണം ഇവിടെ ഒറ്റ യൂണിറ്റ് ബാലൻസ് ഉള്ളൂ. ആ ബാലൻസ് ഉള്ളതിൽ വെച്ച് 250 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്തു. 200 രൂപ ഇവിടുത്തെ എടുത്തതാണ്, കാരണം ഇവിടെ വേറെ റേറ്റ് ഒന്നുമില്ല. അപ്പോൾ ഡൗട്ടൊന്നും വരാനില്ല. 200 റുപ്യക്ക് വാങ്ങി വെച്ച സാധനം നമ്മൾ 200 രൂപക്ക് തന്നെ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാലൻസ് 250 രൂപ, 250 യൂണിറ്റ് 200 വെച്ചിട്ട് 50,000. ഓക്കെ,
നെക്സ്റ്റ് ഡേറ്റിൽ എന്താ പറയുക 10th ജാനുവരി 10th പർച്ചേസ്ഡ് 200 യൂണിറ്റ്സ് അറ്റ് 190 പെർ യൂണിറ്റ്. അപ്പോൾ പർച്ചേസസ് നടക്കുകയാണ്. ഇപ്പോൾ എന്താ ജാനുവരി 10th. സോ പർച്ചേസസ് റെഫറൻസ് നമ്പർ എന്ന് കൊടുക്കാം. പർച്ചേസ് ചെയ്തേക്കാണ്. അപ്പോൾ ആ പർച്ചേസ് ചെയ്തുകൊണ്ട് എന്താണ് റെസീറ്റ് കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റൈറ്റ് ചെയ്യേണ്ടത്. എത്ര യൂണിറ്റാ 200 യൂണിറ്റ്സ് 190 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എൻ്റർ ചെയ്യുന്നു 200 യൂണിറ്റ്സ് 190 38,000. ഓക്കെ, 38,000. ഇനി ഇവിടെ എന്ത് ചെയ്യണം ഇതിന്റെ ബാലൻസ് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതിന്റെ ബാലൻസ് എൻ്റർ ചെയ്യുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ലാസ്റ്റിലുണ്ടായ ബാലൻസ് എന്താണോ അത് താഴോട്ട് അതുപോലെ ഇറക്കിയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടെ 190 രൂപ വെച്ചിട്ടാണ് ഇവിടെ പർച്ചേസ് നടത്തിയത്. ഇവിടെ ഉള്ളതോ 200 റുപ്പീസിൻ്റെ. അപ്പോൾ ഇത് രണ്ട് ടൈമിൽ പർച്ചേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പെർ യൂണിറ്റ് റേറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ബാലൻസ് അതുപോലെ താഴേക്ക് റിപ്പീറ്റ് ചെയ്യണം. 250, 200, 50,000. ഓക്കെ, ഇനി ഈ പറയുന്നത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാനുള്ളതാണ്. സോ 200 യൂണിറ്റ്സ് 190 38,000. ഇതാണ് ഇപ്പോൾ നിലവിൽ ബാലൻസ് ഉള്ളത്. ക്ലിയർ ആണല്ലോ? അതായത് ഓൾറെഡി ഉള്ള 250യും ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള 200 യൂണിറ്റ്സ്. അപ്പോൾ അത് ക്ലിയർ ആയി. നെക്സ്റ്റ് ഡേറ്റിൽ എന്താണ് 15th റിട്ടേൺ ടു സ്റ്റോഴ്സ് 15 യൂണിറ്റ്സ് ഇഷ്യൂഡ് ഓൺ 6th ജാനുവരി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 6th ജാനുവരിയിൽ 15th നടക്കുന്നത്. സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിച്ചു എന്നാണ്. റിട്ടേൺ ടു സ്റ്റോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സ്റ്റോഴ്സിലേക്ക് റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ന്യൂ പർച്ചേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ് ആണ് ന്യൂ പർച്ചേസ് വരുന്നത് 15 യൂണിറ്റ്സ് ആണ്. അപ്പോൾ പർച്ചേസ് റെഫറൻസ് നമ്പർ എത്ര യൂണിറ്റ് ആണ് 15 യൂണിറ്റ്സ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റേറ്റ് ഏത് ഡേറ്റിനാണോ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 6th ഇഷ്യൂ ചെയ്തിട്ടുള്ളതിന്റെ എമൗണ്ട് ആണ് എന്ത് ചെയ്ത് അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ആണ് ഇവിടെ സ്റ്റോറിലേക്ക് റിട്ടേൺ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അന്ന് 250 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു യൂണിറ്റിന് 200 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ആ 200 രൂപയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നതാവുക. ഇവിടെയും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, എത്രയായി 3,000. ഓക്കെ, 3,000. അപ്പോൾ ഇവിടെ ബാലൻസ് വീണ്ടും എന്ത് ചെയ്യാനുണ്ടാവും റെക്കോർഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവിടെ ബാലൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയം എന്താ ട്രീറ്റ് ചെയ്യേണ്ടത്, ഈ പറയുന്ന ഇവന്റ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ഈ പറയുന്ന 2 ഇവന്റ് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ പറയുന്ന ഇവന്റ് കൂടെ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് പോവുക. സോ 250 യൂണിറ്റ്സ് 250,000, 200 യൂണിറ്റ്സ് 190 38,000, then 15 യൂണിറ്റ്സ് 200 per യൂണിറ്റ് 3,000. ഓക്കെ, അതാണ് നിലവിലെ ബാലൻസ് ഉള്ള യൂണിറ്റുകളും എമൗണ്ടും. ക്ലിയർ? നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് 18th ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 180 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 18th. ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാ പറഞ്ഞത്. ഇപ്പൊ റെസീറ്റ് കോളത്തിൽ എന്തുണ്ടാവില്ല ഒന്നും റൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 180 യൂണിറ്റ്സ്. ഫിഫോ മെത്തേഡ് ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇനി ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് 180 യൂണിറ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു 200 ലോട്ട് ഉണ്ട്, 200 ലോട്ട് ഉണ്ട്, 15 ലോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് 180 ഈ 250 തന്നെ കവർ ചെയ്ത് പോകാവുന്നേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ 250ൽ നിന്ന് ഈ 180 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ 250ൽ നിന്ന് 180 കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് എന്ത് ചെയ്യുക ഇവിടെ ട്രീറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ എത്ര രൂപ ഉണ്ടാവും 70 അല്ലേ, 70 യൂണിറ്റ്സ്. ദെൻ റേറ്റ് 200. ദെൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള റേറ്റ് 200 ആണ്. റേറ്റ് 16,000. 36,000. ഓക്കെ, 36,000. ഇവിടെ 70 യൂണിറ്റ്സ് ആണ് ഇനി ബാലൻസ് ഉള്ളത്. അതായത് 250 മൈനസ് 180 ബാലൻസ് 70. ദെൻ 200 14,000. ഇത് ഇന്ന് എന്ത് ചെയ്യണോ
ഈ പറയുന്ന 200 യൂണിറ്റ്സിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ഈ 15 യൂണിറ്റ്സിൻ്റെതും എടുത്തിട്ടില്ല. അത് അതുപോലെ എന്ത് ചെയ്യുക, താഴോട്ട് മാറ്റി എഴുതണം. 200 യൂണിറ്റ്സ് 190 38,000, then 15 യൂണിറ്റ്സ് 200 3,000. ക്ലിയർ അല്ലേ? അപ്പോൾ 70 യൂണിറ്റ്സ് 70 യൂണിറ്റ്സ് നമ്മൾ 180 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അവിടെ ബാലൻസ് 70, ദെൻ 200 14,000, ദെൻ 200 ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ളതാണ്, 15 അതുപോലെ തന്നെ ബാലൻസ് ഉള്ളതാണ്. ഇനി നെക്സ്റ്റ് ഡേറ്റിൽ എന്താ പറയുക, 22-ന് പർച്ചേസ്ഡ് 240 യൂണിറ്റ്സ് അപ് ടു 190. 19ന് പർച്ചേസ് ചെയ്തേക്കാണ്. പർച്ചേസ് റെഫറൻസ് നമ്പർ 240 യൂണിറ്റ്സ് 190. ഓക്കെ, അപ്പോൾ 240 യൂണിറ്റ് 190 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ട്രീറ്റ് ചെയ്ത് പോവുക. അതായത് 240 യൂണിറ്റ് 190 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 240 then 190 4 then 2. Okay, 6 5 4 45 600 45,600 എമൗണ്ട്. ഓക്കെ, അത് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഇതുപോലെ തന്നെ റൈറ്റ് ചെയ്യണം. 70 200 14,000, then 200 190 38,000, 15 യൂണിറ്റ്സ് 200 3,000. then ഇത്തവണത്തെ പർച്ചേസ് എത്ര, 240 യൂണിറ്റ്സ് 190 45,600. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ബാലൻസ്. ഓക്കെ, 70 യൂണിറ്റ്സ് ദെൻ 200 യൂണിറ്റ്സ് 15 യൂണിറ്റ്സ് 240. ഇനി നെക്സ്റ്റ് ഡേറ്റ് എന്നാ പറഞ്ഞത് 23rd-ന്, 22nd-നാണ് അല്ലേ, 22nd. ഇനി 23rd-ന് ദെൻ ബാലൻസ് ജാനുവരി 22-ന് ഈ ലെവലിലാണ് ബാലൻസ് ഉള്ളത്. അത് മീൻസ് 70 യൂണിറ്റ്സ് 200 യൂണിറ്റ്സ് 15 യൂണിറ്റ്സ് ആൻഡ് 240 യൂണിറ്റ്. റേറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് വൺ 200, സെക്കൻഡ് വൺ 190, തേർഡ് വൺ 200 ആൻഡ് ഫോർത്ത് വൺ 190. ദെൻ 23rd-ന് ഇഷ്യൂഡ് 300 യൂണിറ്റ്സ്. 23rd-നാണ് നെക്സ്റ്റ് പ്രോസസ്. അപ്പോൾ ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ, ഒരു നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയം സ്വാഭാവികമായിട്ടും ഇവരൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എത്ര യൂണിറ്റ് ആണ് 23rd-ന് ഇഷ്യൂ ചെയ്യുന്നത്, 300 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 300 യൂണിറ്റ്സ്. ഇവിടെ റേറ്റ് ഫസ്റ്റ് ലോട്ടിൽ 70 ഉള്ളൂ, സെക്കൻഡ് ലോട്ടിൽ 200 ഉള്ളൂ, തേർഡ് ലോട്ടിൽ 15 ഉള്ളൂ, ദെൻ ഫോർത്ത് ലോട്ടിൽ 240 യൂണിറ്റ്സ് ഉള്ളൂ. അപ്പോൾ ഈ 4 യൂണിറ്റും കൺസിഡർ ചെയ്താൽ മാത്രമേ ഈ 300 യൂണിറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഈ ഇഷ്യൂഡ് കോളത്തിൽ, സോറി റെസീറ്റ് കോളത്തിലാണ് റൈറ്റ് ചെയ്തല്ലേ, നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്യൂഡ് കോളത്തിൽ 300 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 23rd 300 ഇഷ്യൂഡ് റെഫറൻസ് നമ്പർ. റെസീറ്റ് കോളത്തിൽ റൈറ്റ് ചെയ്യാനില്ല. ദെൻ ഇഷ്യൂഡ് കോളത്തിൽ 300 യൂണിറ്റ്സ്. അപ്പോൾ 300 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 300 യൂണിറ്റ്സ് പൂർണ്ണമായും ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോട്ടൊന്നും എടുക്കാൻ സാധ്യമല്ല. ഫസ്റ്റിൽ 70 ഉള്ളൂ, സെക്കൻഡ് 200 ആണ്, നെക്സ്റ്റ് 15 ആണ്, അടുത്ത 240 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇവന്റ് മാത്രം ട്രീറ്റ് ചെയ്ത് പോകാൻ സാധ്യമില്ല. പിന്നെ ഫസ്റ്റ് ഔട്ട് ആദ്യം എടുത്തിട്ടുള്ളതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്ത് പോകണം. സോ ഈ 300 യൂണിറ്റ്സിന് വേണ്ടി ആദ്യത്തെ 70 യൂണിറ്റ്സ് 200 റുപ്പീസ് പ്രകാരം 14,000 റുപ്പീസിന് ഇഷ്യൂ ചെയ്തു. ഇനി 200 യൂണിറ്റ്സും അതുപോലെ എടുക്കണം. എന്നാലും 270 യൂണിറ്റേ ആവുള്ളൂ. 200 യൂണിറ്റ്സ്
190 പ്രകാരം 38,000. ഓക്കെ, ഇപ്പോൾ 300 യൂണിറ്റ്സ് വേണ്ടവർക്ക് 270 ആയി. ഇനി ഇവിടെ അടുത്ത ലോട്ട് 15 ആണ്. സോ ആ 15ഉം അതുപോലെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. 200 3,000. ഇനി ഇവിടെ 214 ഉണ്ട്. അതിനിവിടെ എത്ര മാത്രമേ ഇനി ബാലൻസ് ഉള്ളൂ? 15 യൂണിറ്റ്സ് കൂടി മതി. ദാറ്റ് മീൻസ് ഇവിടെ 285 ആയിട്ടുണ്ട്. ഇനി 300ലേക്ക് 15 യൂണിറ്റ്സും കൂടി മതി. അപ്പൊ ആ 15 യൂണിറ്റ്സ് ഇന്ന് എടുക്കുന്നു. ഈ 240 നിന്ന് 15 യൂണിറ്റ്സ് എടുക്കുന്നു. 240ന്റെ റേറ്റ് എന്താണോ അതാണ് ചാർജ് ചെയ്യേണ്ടത്. 240ന്റെ റേറ്റ്. ഓക്കെ, 15 into 19 51,582 2850 2,815. ഓക്കെ, ഇനി എന്ത് ചെയ്യാനുള്ളത്? ഇനി ഞാനിവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ നമ്മളിവിടെ ഈ 3 ലോട്ടും പൂർണ്ണമായിട്ടും എടുത്തുപോയി. ഇനി അതിന് ബാലൻസ് ഇല്ല. ഇനി ഈ ഒരു ഇവന്റിൽ മാത്രമേ എന്തുള്ളൂ, ബാലൻസ് ഉള്ളൂ. അപ്പോൾ 240യിൽ നമ്മൾ എത്ര യൂണിറ്റ് എടുത്തു? ഈ 15 യൂണിറ്റ്സ് എടുത്തു. ഓക്കെ, അല്ലേ? അപ്പോൾ ബാലൻസ് ഉള്ള ക്വാണ്ടിറ്റി മാത്രം ഇനി എന്ത് ചെയ്താൽ മതി, ഇവിടെ റെക്കോർഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, 225 യൂണിറ്റ്സ്. ഓക്കെ, 25 യൂണിറ്റ്സ് 190. 225 then 90. ഓക്കെ, 5 7 2 4 42 75 42,750 നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇനി എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ഉള്ളൂ. അതായത് ഇവിടെ ഏതൊക്കെ ഇവന്റ് എടുത്തു പോയി, നമ്മള് ഏതൊക്കെ ഇവന്റ് എടുത്തു പോയത്? ഈ 3 ഡോട്ടും എന്ത് ചെയ്തു, ട്രീറ്റ് ചെയ്തു പോയി. ക്ലിയർ ആണല്ലോ? 3 ഡോട്ടും ഈ ഒരു 300 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തതിന്റെ കാരണത്താല് ഈ 3 ലോട്ടും നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ നിന്ന് 15 യൂണിറ്റ്സ് എടുത്തു. ബാക്കി 225 യൂണിറ്റ്സ് 190 പ്രകാരം 42,750 യൂണിറ്റിന്റെ മെറ്റീരിയൽ ഇനി എന്തുള്ളൂ, ബാലൻസ് ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഡേറ്റിൽ എന്താ നടക്കുന്നത്? 24th പർച്ചേസ്ഡ് 320 യൂണിറ്റ്സ് അറ്റ് 190. 24th പർച്ചേസ് റഫറൻസ് നമ്പർ 240 യൂണിറ്റ്സ് 190. ഇതാണ് പർച്ചേസ് നടക്കുന്നത്. ഓക്കെ, 320 യൂണിറ്റ്സ് 190, 240 320 യൂണിറ്റ്സ് 190. അപ്പോൾ 190 രൂപ വെച്ചിട്ട് 320 യൂണിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാലൻസ് ഇതുപോലെ തന്നെ റൈറ്റ് ചെയ്യണം. 225 190 42 750. ഈ പറയുന്ന ബാലൻസ്, ദാറ്റ് മീൻസ് 3290 8056. So 60,800 ആണ് എന്ത് എമൗണ്ട് ബാലൻസ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്തതാണ്. സോ 320 യൂണിറ്റ്സ് 190 60,800. ഇതാണ് കറണ്ട് പൊസിഷനിലെ ബാലൻസ്. അല്ലേ? നെക്സ്റ്റ് ഡേറ്റില് 24th കഴിഞ്ഞു. 25th പർച്ചേസ്ഡ് 200 യൂണിറ്റ്സ് 190. 25th പർച്ചേസ് റഫറൻസ് നമ്പർ 25th 200 യൂണിറ്റ്സ് 170 per unit. 200 170. ഓക്കെ, $34,000. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തു.
അപ്പോൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്യണം. 225 190 42,750 320 units 190 60,800 then 200 units 170 34,000. Okay. Then 26th issued 115 units. 26th issued reference number 150 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ റേറ്റ് നമ്മോട് പറഞ്ഞിട്ടില്ല. റേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എത്ര യൂണിറ്റ് ആണ് പർച്ചേസിൽ റെസിപ്റ്റ് എഴുതാനുണ്ടാവില്ല. 115 യൂണിറ്റ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 115 യൂണിറ്റ്സ് 190, ഇവിടെ 190 വെച്ചിട്ടാണ് റൈറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ 115 into 19. അഞ്ച് 1 5 8 1 2 2185 21 285. അപ്പോൾ ഈ 225 നിന്ന് 115 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 190 1911. Okay, 9191 20900. ഇനി എന്ത് ചെയ്യാം, ഇത് അതുപോലെ തന്നെ ബാലൻസ് ചെയ്യും. കാരണം 225 യൂണിറ്റിൽ 115 യൂണിറ്റ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് എന്ത് ചെയ്താൽ മതി, ഇതുപോലെ കൊണ്ട് എൻ്റർ ചെയ്യണം. 320 യൂണിറ്റ്സ് 190 60 800 then 200 units 170 34,000. ഓക്കെ, ഇതാണ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ്റെ ബാലൻസ് ഡോട്ട് എന്ന് പറയുന്നത്. 110 320 then 300. ഓക്കെ, ഇത്രയായി. 27th റിട്ടേൺ ടു വെൻഡർ 50 യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഓൺ 24th. 24th പർച്ചേസ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് 50 യൂണിറ്റ്സ് വെൻഡർക്ക് റിട്ടേൺ അടിച്ചു. അപ്പോൾ വെൻഡർക്ക് റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതായത് ഒരു വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? സെയിൽസ്മാൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെല്ലർക്ക് റിട്ടേൺ അടിച്ചു. അപ്പോൾ സെല്ലർക്ക് റിട്ടേൺ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇഷ്യൂഡ് ചെയ്തുള്ളതിന് ഈക്വൽ ആയിട്ടാണ് കാണിക്കേണ്ടത്. സെല്ലർക്ക് പോയി എന്ന് പറഞ്ഞാൽ സ്റ്റോഴ്സിൽ നിന്ന് ആ സാധനം പോയല്ലോ, അപ്പോൾ ഇഷ്യൂ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഡേറ്റ് വരുന്നത് 27th. 27th. അപ്പോൾ നമ്മൾ പറഞ്ഞു വെൻഡർക്ക് റിട്ടേൺ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഇഷ്യൂഡ് കോളത്തിലാണ് കാണിക്കേണ്ടത്. എത്ര യൂണിറ്റ് ആണ് റിട്ടേൺ അടിച്ചിട്ടുള്ളത്? 50 യൂണിറ്റ്സ്. 50 യൂണിറ്റിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. 24th പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നാണ്. 24th നമ്മൾ എത്ര യൂണിറ്റാണ് പർച്ചേസ് ചെയ്തത്? 320 യൂണിറ്റ്സ് ആണ് 190. അപ്പോൾ 24th 190 റുപ്പീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്യുക, റിട്ടേൺ അടിക്കുന്നുണ്ടാവുക. ഓക്കെ, 19 into 5 9,500. ഓക്കെ, ഇനി ഇവിടെ ഏതെന്നാണ് ഡിഡക്ട് ചെയ്ത് പോകുന്നത്? 24th വാങ്ങിച്ചിട്ടുള്ള 320 190 വെച്ചിട്ടാണ്, അതിൽ നിന്നാണ് ഡിഡക്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ ബാലൻസ് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഏത്? 110 190 200 and 900 20 and 900 then 320 50 യൂണിറ്റ്സ് പോയി, ബാലൻസ് 270 then 190 2790 24 7 2 3 1 5 5 1 300 5 1 300. ഓക്കെ,
then 200 units 170 34,000. ക്ലിയർ? അപ്പോൾ ഈ ഡോട്ട് ഇങ്ങനെയാണ് പോകുന്നത് ബാലൻസ്. കാരണം ഇവിടെ 24th വാങ്ങിയതിൽ നിന്ന് റിട്ടേൺ അടിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 24th 320 ആണ്, 190 അതിൽ നിന്നാണ് ഡിഡക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 110 190 എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ചെയ്ത് പോകും. നെക്സ്റ്റ് വൺ 13th സ്റ്റോക്ക് ഓഡിറ്റ് ഷോഡ് എ ഷോർട്ടേജ് ഓഫ് 10 യൂണിറ്റ്സ്. 10 യൂണിറ്റ്സിന്റെ ഷോർട്ടേജ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റോക്ക് എന്ത് ചെയ്തു? ഓഡിറ്റിന് വിധേയമാക്കി അല്ലെങ്കിൽ വെരിഫിക്കേഷന് വിധേയമാക്കിയപ്പോൾ 10 യൂണിറ്റിന്റെ ഷോർട്ട് കാണിച്ചു. അപ്പോൾ ആ 10 യൂണിറ്റിന്റെ ഷോർട്ടേജ് വന്നാൽ എവിടെ കാണിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഷ്യൂഡിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് 13th ഓക്കെ 13th 10 യൂണിറ്റ്സ് എന്ത് ചെയ്തു? ഷോർട്ടേജ് ആയി. വെരിഫിക്കേഷൻ ഉണ്ടായപ്പോൾ 10 യൂണിറ്റ്സ് ഷോർട്ടേജ് ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 10 യൂണിറ്റ്സ് ഇവിടെയുള്ള ബാലൻസ് ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത് 190 ആണ്. അപ്പോൾ 1900. അപ്പോൾ 110 10 യൂണിറ്റ്സ് മൈനസ് ചെയ്തു, ബാക്കി 100 യൂണിറ്റ്സ്, ദെൻ 190 19,000, then 270 units 190 51,300, then 200 170 34,000. എന്ത് ചെയ്യാം? ഇതിന്റെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് ഫൈൻഡ് ചെയ്യലാണ്. എത്ര ക്വാണ്ടിറ്റി എത്ര രൂപയുടെ സാധനം ഉണ്ട് എന്നുള്ളതാണ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 570 യൂണിറ്റ്സ്, ടോട്ടൽ എമൗണ്ട് 300 10 14 10. ഓക്കെ, ഇതാണ് ഇതിന്റെ ലാസ്റ്റ് പ്രോസസ്. ഓക്കെ, അപ്പോൾ 570 യൂണിറ്റ് 1,04,300 ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ FIFO മെത്തേഡിലൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. അതിൻ്റെ ഇഷ്യൂ, അതിൻ്റെ പർച്ചേസസും, റിട്ടേൺ ടു വെൻഡർ, റിട്ടേൺ ടു സ്റ്റോഴ്സ്, ദെൻ ഷോർട്ടേജ് വന്നാൽ എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എല്ലാ കേസസും നമ്മൾ ഇതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം 2 or 3 ടൈംസിലൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് അലേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ 2 or 3 ടൈംസിൽ അത് വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഇത് ചെയ്യുന്ന രീതി പഠിച്ച് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ല. അത് വർക്കൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു.